ആൾക്കാരൊക്കെ അവരുടെ ഡെയിലി പേയ്മെൻ്റ് ഒക്കെ റിവീൽ ചെയ്ത് തുടങ്ങി. അന്ന് എത്ര പേയ്മെൻറ്റ്, അപ്പോൾ ചേച്ചിയുടെ അന്നത്തെ പേയ്മെൻറ്റ് എത്രയെന്ന് അറിയാൻ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഇതൊരു എല്ലാവരും അവരുടെ ഇപ്പോൾ റോബിൻ, റസ്മിൻ, ടിക്കറ്റ് ഏജൻറ്റ്, ആര്യപടയി, പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞു തുടങ്ങി. അതുകൊണ്ട് ചോദിക്കണം എങ്ങനെ അന്നത്തെ പേയ്മെൻറ്റ് എങ്ങനെയാണ് ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ പലരും ഇപ്പോൾ പറയുന്നു 25 ആണെന്ന് പറയുന്നുണ്ട്. അന്നത്തെ സീസണൊക്കെ എടുത്തിട്ട് ഓരോരുത്തർ അങ്ങനെ ശരി ക്ലാരിഫിക്കൈ അന്നൊക്കെ ബിഗ് ബോസിൽ നല്ല പേയ്മെന്റ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഫസ്റ്റ് സീസണിൽ ഞാൻ സെക്കൻഡ് സീസൺ. ഓക്കെ. അപ്പോൾ ദൈവം ഇത് ഇവിടുത്തെ പറയേണ്ട വിഷയമേ അല്ല. പക്ഷെ ഇപ്പോൾ നിലവിൽ ചോദിക്കാനുള്ളൂ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് അറിയാനില്ലല്ലോ. എവിടെയെങ്കിലും കാണുന്നില്ലേ അടുത്ത പരിപാടി എന്നാന്ന് അറിയില്ലല്ലോ. അപ്പം നമുക്ക് ചോദിക്കാൻ പറ്റും നിലവിൽ. പറഞ്ഞോ അത് ഒരു എന്ത് മോശം. ഇപ്പോൾ റോബിൻ പറഞ്ഞു, റസ്മിൻ പറഞ്ഞു, ഇതൊക്കെ സിജോ പറഞ്ഞു. അന്ന് എനിക്ക് പെർ ഡേ 45 ആയിരുന്നു. ഓ ഡെയിലി ആയിരുന്നു. ഓ കോടിപതി ആയിട്ടാണ് ഇറങ്ങി വന്ന്. കോടിപതി ആയിട്ടാണ് ലക്ഷപ്രഭു ആയിട്ടാണ് ഇറങ്ങി വന്ന്. കോടിപതി ആയിട്ടാണോ ലക്ഷപ്രഭു ആയിട്ടാണ് ഇറങ്ങി വന്ന് ചോദിക്കുക. വീട് വെച്ചു ടോട്ടൽ എത്ര കിട്ടി? ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് വേണമെങ്കിൽ നീ കണ്ടില്ലല്ലോ, നീ കണ്ടു കേട്ടോ. നല്ല അഭിപ്രായം. ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തമായ കഥാപാത്രമാണ്. നന്നായിട്ടൊന്നും നല്ലൊരു പറഞ്ഞു. ആണല്ലോ, എനിക്ക് കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റും. നന്നായിട്ട് വരട്ടെ, പടം നന്നായിട്ട് വരട്ടെ. റിയാസ്, അനീഷ്, എല്ലാവരും ഗംഭീരമായിട്ടുണ്ട്. നല്ല ഒന്നാമത്തെ സാമിശേട്ടൻ അയ്യപ്പനെ കണ്ടൊരു ഫീല് വന്നു. ഫീല് വന്നു എല്ലാവരും പറയുന്നു. ഇമെയിൽ വഴി ബന്ധപ്പെടാൻ പറ്റും. പിന്നെ മാനേജറും ഇപ്പം ഞാൻ ഒഫീഷ്യലി ആ സാധനം കിട്ടത്തില്ല. വൈറൽ അതിൽ ഞാൻ ഓൾറെഡി പാർട്ടാണ്. അപ്പം എൻ്റെ മാനേജർ ഓക്കെ. വെറും വർഷ അറിയില്ലേ? വെറും വർഷമായിട്ടൊക്കെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടായിരുന്നു. വെറും വർഷമായിട്ട് കണ്ടില്ല, പറഞ്ഞില്ല. എന്താ പഴങ്കാവിൽ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ പറയാൻ കൂടി ഞാനാണ്. ആവശ്യത്തിന് മാത്രം